ഒരു നീതിമാനായ ദൈവമുണ്ടെന്ന് ദാവീദിന് ബോധ്യമായി. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുക, അവൻ എപ്പോഴും നീതിയും ന്യായവും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ഉപകാരങ്ങൾ നടന്നുകൊണ്ട് അവൻ അനീതിയായിട്ട് പ്രവർത്തിക്കുന്നവനായിരുന്നുവെങ്കിൽ ദാവീദിന് ഇത് പറയാൻ ഇടവരികയില്ലായിരുന്നു. കാരണം അവൻ മരണയോഗ്യനായി പോയവൻ. ദൈവത്തിന്റെ നീതി ന്യായമേ അവന് പരാതിരുന്നുവെങ്കിൽ അവൻ ലോകത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നീതിമാനായിരിക്കുന്ന ദൈവം അവനെ വീണ്ടെടുത്തത് കൊണ്ട്, വീണ്ടും അവൻ അനുഭവിച്ചു മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിച്ചത് കൊണ്ട് ദാവീദ് പറയുന്നു, ആ ദൈവം നീതി ന്യായവും നടത്തുന്ന ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഏഴാമത്തെ കാര്യം, അതിന്റെ 9ാമത്തെ വാക്യം, അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതിനോട് ചേർന്ന് പറയുക, നമ്മുടെ അകൃത്യങ്ങൾക്കൊന്നും നമ്മോട് പകരം ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കോപം സംഗ്രഹിച്ച് അകൃത്യം പ്രവർത്തിക്കാത്ത ഒരു ദൈവം, പകരം ചെയ്യാത്ത ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങൾക്കൊക്കെ നമ്മോട് പകരം ചെയ്യാത്ത ഒരു ദൈവം. കോപത്തെ സംഗ്രഹിച്ചു വെച്ചിട്ട് അത് തക്കം കിട്ടുമ്പോൾ, സമയം വരുമ്പോൾ പതിയിരുന്ന് ചെയ്യുന്ന, പണി കൊടുക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദാവീദിനോട് ദൈവത്തിന്റെ ദൂതൻ ദൈവാത്മാവ് ദാവീദിനോട് പറഞ്ഞു, നീ മരണയോഗ്യനാണ്. അത് ദൈവം മനസ്സിൽ കരുതി വെച്ചിരുന്നുവെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ അവന് വീണ്ടും ജീവിതത്തിലേക്ക് വരുവാൻ ഇടവരികയില്ല. എന്നാൽ അത് ദൈവം മനസ്സിൽ കരുതിയില്ല. ആ കോപം എന്നേക്കും സംഗ്രഹിച്ചു വെച്ചില്ല. അവന്റെ ആകൃത്യത്തിന് തക്കവണ്ണം പകരം ചെയ്യുന്നില്ല. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? നീതിമാന്മാരുടെ പട്ടികയിൽ എഴുന്നേറ്റ് നിന്നു. അതാ ദൈവത്തിന്റെ വിശ്വസ്തതയെ പറയുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാം. എന്നോടൊരു കാര്യം ചെയ്താൽ, ദോഷം പ്രവർത്തിച്ചാൽ, സമയം ലഭിക്കുമ്പോൾ ഞാനും അത് തിരിച്ചു പ്രവർത്തിക്കും. അതാണ് ലോക മനുഷ്യന്റെ ചിന്ത. ഒരടി കിട്ടിയാൽ ഒരു 3 എണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കണം. നമ്മൾ വാക്കുകൊണ്ട് ഉപദ്രവിച്ചാൽ പ്രവൃത്തി കൊണ്ട് തിരിച്ചു ഉപദ്രവിക്കുന്ന ഒരു ലോക വ്യവസ്ഥിതിയാണുള്ളത്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ഒരു കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ തിരിച്ച് അവന്റെ ഒരു കണ്ണ് അടിച്ചു പൊട്ടിക്കാം. ഒരുത്തന്റെ 2 പല്ല് അടിച്ച് താഴെ ഇട്ടാൽ തിരിച്ച് അവന്റെ 2 പല്ല് താഴെയുള്ള പ്രശ്നങ്ങളില്ല. എന്നാൽ ആ വ്യവസ്ഥിതിയിൽ നിന്ന് ക്രിസ്തുവിന്റെ കാലത്തേക്ക് മാറിയപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിന്റെ ഒരു ചെവിട്ട് അടിക്കുന്നവന് മറ്റേ ചെവിട്ടും കൂടെ കാണിച്ചു കൊടുക്കും. നിന്റെ ഉടുപ്പ് പിടിച്ചു വലിച്ചെടുക്കുന്നവന് നിന്റെ പുറത്തും കൂടെ നീ കൊടുത്തേ. അവിടെ ഒരു വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇതാ ദാവീദ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ കോപം സംഗ്രഹിക്കുന്നവനല്ല. അതിനോട് ചേർത്ത് പറയുക, നമ്മുടെ ആകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യും. അവൻ കോപം സംഗ്രഹിച്ചു വെച്ച് പകരം ചെയ്യുന്ന ഒരു ദൈവമല്ല. പിന്നെയോ മടങ്ങി വരുന്നവരെ സ്വീകരിക്കുന്ന ആകൃത്യം. അതുകൊണ്ട് ദാവീദ് പറയുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ മക്കളെ, അവൻ പറയുന്നത് വേദപുസ്തകം പറയുന്നത്, ഇതിന്റെ ആകൃത്യങ്ങളെ ഘോഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഉപകാരം മറക്കരുത്. ഇത് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നീ അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ഇത് ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ നീ മറക്കരുത്. അതിന്റെ ദയയും കരുണയും അണിയിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ഉപകാരങ്ങൾ മറക്കരുത്. ഇതിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അവൻ നീതി ന്യായം നടത്തുന്ന ദൈവമാണ്. അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അവൻ കോപം സംഗ്രഹിച്ചു വെച്ച് നമുക്ക് പകരം ചെയ്യുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ, ഉപകാരങ്ങളെ ഓർത്ത് ദാവീദിനെ പോലെ നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ഇടയായി തീരണം. ദൈവത്തിന്റെ സ്തോത്രം.